ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു വീഡിയോ വിശേഷം കേട്ടോ. ഇത് എൻ്റെ അനിയൻ്റെ വിരുന്നിൻ്റെ തലേ ദിവസത്തെ കലാപരിപാടികളാട്ടോ. അപ്പോൾ ചിക്കൻ പാർട്സും കായും ഇട്ട് വെക്കണതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ദേ ചിറ്റന്മാരൊക്കെ വന്നു. ഇത് അമ്മയുടെ അനിയത്തിമാരൊക്കെയാണ് നിൽക്കണത്. അപ്പോൾ ദേ ഉരുളി ചൂടായി തിളച്ച എണ്ണയിലേക്ക് നമ്മളിതേ പച്ചമുളകും വേപ്പിലൊക്കെ അങ്ങോട്ട് ഇടാണ്. ഞാനാണ് അപ്പം ഇന്ന് കറി വെക്കുന്ന ആൾ, പാചകക്കാരൻ ഞാനാണ്. സഹായിയായിട്ട് ചിറ്റന്മാരാണുള്ളത്. എൻ്റെ വീട്ടിലായതുകൊണ്ട് ക്യാമറമാൻ എൻ്റെ അനിയത്തിയും പിന്നെ ചാച്ചൻ്റെ മോളൊക്കെയാണ്. അപ്പോൾ ഇതെൻ്റെ മോള് കിടന്ന് കാണിക്കുന്ന കോപ്രായൊക്കെയാണ്. ഒരു വശത്തേക്കിടെ ചോറ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും കൂടി ഇട്ട് വഴറ്റി മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വഴറ്റാണ്. ചിക്കൻ്റെ പാർട്സ് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ കറി വയ്ക്കാമെന്നുള്ള വിശേഷമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തട്ടിക്കൂട്ട് ചിക്കൻ കറിയൊക്കെ എങ്ങനെ വയ്ക്കാമെന്നുള്ളത്. ഒരു വശത്തേക്കിടെ അമ്മയുടെ സാമ്പാറൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അച്ഛൻ മാങ്ങക്കറി വയ്ക്കണതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി. അതിൻ്റെ ഇടയ്ക്കിടെ കുട്ടൻ വന്ന് നോക്കണ്ട്. കുട്ടന് ചിക്കൻ എന്ന് വെച്ച് പ്രാന്താണ്. അപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കാം സന്തോഷത്തിൽ. അപ്പോൾ ഇതൊക്കെ വഴന്നതിന് ശേഷം കേട്ടോ നമ്മൾ കായ ഇടാൻ പോണത്. കായ ഒന്ന് വെന്തതിന് ശേഷം പിന്നെ ചിക്കൻ്റെ പാർട്സ് ആഡ് ചെയ്യുള്ളൂ. കായ സെപ്പറേറ്റ് വേവിക്കണമെങ്കിൽ വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ രീതിയിൽ വെക്കണമെന്നുള്ളൂ. ഒന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച ആ കുക്കറിൽ നിന്ന് കുറച്ച് വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കായ വേവാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓർത്ത് തക്കാളി ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതായത് തക്കാളി നമ്മൾ ഇടാൻ പോവുക. അതിൻ്റെ ഇടയ്ക്കുള്ളത് പിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞുവിന് ഭയങ്കര മടിയാണ് ക്യാമറയിലേക്ക് വരാനായിട്ട്. അതാണ് പെട്ടെന്ന് മോഹം തിരിച്ചത്. അപ്പോൾ അതായത് നമ്മുടെ കറി എന്തായാലും നോക്കാം. തക്കാളിയൊക്കെ ഇട്ട് അത് തിളച്ചോണ്ടിരിക്കുകയാണ്. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ചിക്കൻ പാർട്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീഫും കായും വയ്ക്കൂലേ, അതുപോലെയൊക്കെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഫീൽ ചെയ്യണത്. കുക്കറിൽ കിടന്ന് വെന്തുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ തട്ടിപ്പൊത്തി വെച്ചാൽ മതി, എരിവും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടേ. പാർട്സ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ സൈഡിൽ കൂടെ അവരൊക്കെ ടേസ്റ്റ് ചെയ്യണ കാഴ്ചയാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാവരും എത്തിയിട്ടോ. അതേ ചുമോള് ജയൻചിറ്റ കൊണ്ടുവന്ന ഹലുവ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാഞ്ഞാലി ഹലുവയാണ്. ഏറ്റവും വെറൈറ്റി ഹലുവ കിട്ടുന്ന സ്ഥലം കേട്ടോ മാഞ്ഞാലി. അതല്ല അപ്പോൾ അതങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരൊക്കെ വന്നപ്പോഴേക്കും അവൾ ഭയങ്കര ആക്റ്റീവായി ഡാൻസ് കളിയൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ വിശേഷം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.